ഹായ് ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ അങ്ങനെ പടം കണ്ടു ഗൈസ്. നല്ല കിടിലൻ പടം, നല്ല കിടിലൻ മേക്കിംഗ്, 3D ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ സീനിലൊന്നുമല്ല, അത്യാവശ്യം എല്ലാ സീൻസിലും 3D നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. നമ്മളും ഈ പറഞ്ഞ പോലെ സ്പൈഡർമാൻ്റെ ഒപ്പം സ്വിങ് ചെയ്ത് പോവുകയാണെന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഫീലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ആക്ടേഴ്സ് എല്ലാം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിലുള്ള കുറേ ഫൈറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി ഉള്ള ഫൈറ്റ്സൊക്കെ കിടലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹൾക്കണ്ണായിട്ടുള്ള ഒരു ഫേസ് ടു ഫേസും അതുപോലെ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട്, കിടലായിട്ടുണ്ട്. ഈ ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനാണ് ഇതിൻ്റെ ഡയറക്ടർ. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം ടോം ഹാലൻഡാണ് ഇപ്പോൾ സ്പൈഡർമാൻ. അതുപോലെ തന്നെ MJ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് സെൻഡയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ രണ്ടുപേരെയും ആ ഒരു ഈ റെസ്പെക്റ്റീവ് ഒരു ക്യാരക്ടേഴ്സായിട്ട് ഒരു എന്താ പറയുക, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിരുന്നില്ല ഈ ഒരു പടം ഇറങ്ങുന്നത് വരെ. MJയുടെ കാര്യത്തിൽ വലിയ മാറ്റം തോന്നില്ല. പക്ഷേ ടോം ഹാലൻഡ്, അതായത് ടോബിക്ക് ശേഷം ടോമിക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. കാരണം 2002 നമ്മുടെ ആദ്യത്തെ സ്പൈഡർമാൻ, നമ്മുടെ ടോബി മക്വയർ അഭിനയിച്ചിട്ട് ഇറങ്ങിയ ആദ്യത്തെ സ്പൈഡർമാൻ, ആ ഒരു സ്പൈഡർമാൻ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിലുള്ള സ്പൈഡർമാൻ അങ്ങേരെ തന്നെയാണ്. അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പടം കൊണ്ടുകൂടി അത് മാറി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ആ ഒരു ഏറ്റവും ആദ്യത്തെ സ്പൈഡർമാനിൽ കിട്ടിയ ഒരു എന്താ പറയുക ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ഇമോഷണൽ ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് അതിന് ശേഷം ഇറങ്ങിയ ഒരു പടത്തിനും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്പൈഡർമാൻ്റെ. പക്ഷേ ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടത്തിൽ എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല രീതിയിൽ വർക്കൗട്ടായി. ബാക്കിയുള്ള സ്പൈഡർമാൻ ഫിലിംസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഇമോഷണലി നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഈ സ്റ്റോറിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റബിളാണ് എന്നുണ്ടെങ്കിലും പക്ഷേ ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയ കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പടം ഇഷ്ടമായി. പിന്നെ വേറൊരു കാര്യം, ഈ പടം കഴിഞ്ഞിട്ട് ആരും ഒരു ടൈലറിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ചെറിയ സാധനമുള്ളൂ, അതിപ്പോൾ കണ്ടില്ലെങ്കിലും ഒന്ന് വരാൻ പോകില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. തിയേറ്ററിൽ കാണുന്നവർ അതിൻ്റെ അഭിപ്രായം താഴെ പറയുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത്രയ്ക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു പടത്തിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്, കാൻഡിൽമാൻ റിവ്യൂസ്.